ഹായ് ഹലോ. അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം ഈ വീഡിയോ എടുത്തത് ദീപാവലിയുടെ അന്നാണ് കേട്ടോ. അപ്പം ദീപാവലിയുടെ ഒരു വെക്കേഷനും കൂടിയാണല്ലോ, ഒരു ഹോളിഡേ ആയിരുന്നു അന്ന്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. പോരാത്തതിന് അവിടെ സ്പെഷ്യൽ തന്ത്രി പൂജ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നേരം വൈകിട്ടോ. ഞങ്ങൾ 8:30 എത്തിയിട്ട് പോലും ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയില്ല. പിന്നെ 10:30ക്കാണ് നട തുറന്നത്, 10:45. അതുവരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾ നടന്ന് കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങള് നടന്നിട്ട് ഗോപുരത്തിന്റെ അവിടെ എത്തിയിട്ടാ. ഗോപുരത്തിന്റെ മുമ്പിൽ ചെരുപ്പ് ഊരിയിടരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെയാട്ടോ കൊണ്ടിട്ടത്. അത് കാരണം തന്നെ തിരിച്ചു വരുമ്പോ ചെരുപ്പ് ഇട്ടെടുത്തുണ്ടായിരുന്നില്ല ചേട്ടാ. അതിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ബോർഡ് ശരിക്കും വായിച്ചില്ല. ബോർഡ് വായിച്ചെങ്കിലും നമ്മളതനുസരിച്ചില്ല. അതുകൊണ്ട് തന്നെ ചെരുപ്പ് വേറെ എവിടെയോ കിടക്കുന്നുണ്ടായിരുന്നു. കുറെ തെരഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ചെരുപ്പ്. അതിന് വിഷമമൊന്നും ചേട്ടാ, വിഷമിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ 8:30 വടക്കുന്നാഥനിൽ എത്തിട്ടോ. പക്ഷെ നല്ല തിരക്കുള്ള ദിവസവും പിന്നെ ഒരു തന്ത്രി പൂജ ഉള്ളത് കാരണം 8:30 നട അടച്ചു. ഇനി 10:45 നട തുറക്കുള്ളൂ എന്ന് അവർ പറഞ്ഞു കേട്ടാ. അങ്ങനെ വരിയിൽ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഞങ്ങള് പോയിട്ട് വരാം, പാറയമേക്കാവിൽ പോയിട്ട് വരാം വിചാരിച്ചു. അവിടെ ഒരു 11 മണിയാകുമ്പോഴേക്കും അടയ്ക്കുമല്ലോ. 11 മണി 11:10 അവിടെ അടയ്ക്കും. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ പോയിട്ട് വരാം വിചാരിച്ചു. എന്നിട്ട് ഒരു ചേച്ചീനെ ഞങ്ങൾ വരിക്ക് ഏൽപ്പിച്ചിട്ടായിട്ട് പോയത്. ഞങ്ങൾ വരാട്ടാ, ഇപ്പം വരാട്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ നല്ല തിരക്കായതുകൊണ്ട് ആ ചേച്ചീനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ വരിയുടെ ഏറ്റവും അവസാനമായിട്ടോ പിന്നെ ഞങ്ങൾ പോയി നിന്നത്. പിന്നെ ആ ചേച്ചീനെ കുറെ തെരഞ്ഞു, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങള് പാറമേക്കാവിലൊക്കെ തൊഴുതു. ഈ പാറമേക്കാവിലേക്ക് ഈ വടക്കുന്നാഥന്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു ഗോപുരത്തിന്റെ ഉള്ളിൽ കൂടെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. നേരെ പാറമേക്കാവ് കാണാം. കിഴക്കേ ഗോപുരനടയാണ് തോന്നുന്നു. ആ ഗോപുരനടയിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇപ്പൊ പാറമേക്കാവിലേക്ക് നമ്മൾ ആ ഗോപുരത്തിൽ കൂടെ ഇറങ്ങി. എന്നിട്ട് പാറമേക്കാവിൽ അമ്മയുടെ അവിടെ നല്ല തിരക്കായിരുന്നു കുറച്ചു നേരം. അതായത് അവിടെ 10:45 വരെ ക്യൂ നിന്നിട്ടാണ് നമ്മൾ തൊഴുതിട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതിട്ട് നേരെ വടക്കുന്നാഥിലേക്ക് തിരിച്ചു പോയിട്ടാ. അപ്പോഴേക്കും അവിടെ നല്ല ക്യൂ ആയിരുന്നു. ഏറ്റവും അവസാനം ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ക്യൂവിൽ നിന്നും ഞങ്ങൾക്ക് പിറകിലും കുറച്ച് ആൾക്കാരൊക്കെ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. 10:45 വേഗം നട അടയ്ക്കും, വേഗം വേഗം തൊഴാനും പറഞ്ഞു കേട്ടോ. 11:15 ആകുമ്പോഴേക്കും നട അടയ്ക്കും തോന്നുന്നു. വേഗം തൊഴാൻ പറഞ്ഞു. വേഗം സ്പീഡിൽ 2-3 ലൈനൊക്കെ ആയിട്ട് തിരക്കായിട്ടാണ് അതിൻ്റെ ഉള്ളിലൊക്കെ തൊഴുതത് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടാ. അങ്ങനെ ഞങ്ങൾ ആ തേക്കിൻകാട് മൈതാനത്തിൽ കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കണ്ടില്ലേ, പാറമേക്കാവ് അടച്ചിരിക്കണു. 11:15 ആകുമ്പോഴേക്കും അടച്ചു. അതുകൊണ്ട് ഇവിടെ നിൽക്കാതെ നേരെ അങ്ങോട്ട് പോയത് കൊണ്ട് പാറമേക്കാവിൽ അമ്മേനെയും തൊഴാൻ പറ്റി, വടക്കുന്നാഥനെയും തൊഴാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഇതിൽ കൂടെ പോയിട്ടുണ്ട് കയറിയിട്ടുണ്ട് വെച്ചാൽ നമുക്ക് നെഹ്റു പാർക്കിലേക്ക് എത്താട്ടോ. അപ്പോൾ ബഹളമൊന്നും ഇല്ലാതെ ഇതിൽ കൂടെ കയറിയ പതുക്കെ അങ്ങനെ നടന്നു പോയാൽ മതി. ഈ മാവിന്റെ ചോട്ടിലും ഈ മരത്തിന്റെ ചോട്ടുകളിലും ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നേരെ നല്ല തിരക്കുള്ള റോഡാണ്. നമുക്ക് ഇതിന് മുമ്പിൽ ചീരിപ്പാഞ്ഞിട്ട വണ്ടികളൊക്കെ പോണത്. നമുക്ക് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല അതിൻ്റെ മുന്നിൽ ഇരുന്നാലിട്ടാ, ഈ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന. അപ്പം ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ നെഹ്റു പാർക്ക് 1 മണിക്കാണ്, ഉച്ചയ്ക്ക് 1 മണിക്കാണ് തുറക്കുക. കുട്ടികൾക്കൊക്കെ കളിക്കണം എന്നുള്ളത് കൊണ്ടും അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഒരു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു കുറച്ച് ആനകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് അങ്ങനെ ആർക്കും പ്രവേശനമൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പം ഞങ്ങൾ വെറുതെ അങ്ങനെ പോയി ചോദിച്ചു, ഈ ആനകളൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ. തൃശ്ശൂർക്കാർക്ക് പിന്നെ പ്രത്യേകത ഉണ്ടല്ലോ, ആനകളെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് കാണണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി ചോദിച്ചു, ഈ ആനകളെ ഒന്ന് കാണാൻ പറ്റുമോ. അപ്പം അവരുടെ ഓഫീസിൻ്റെ മുന്നിൽ കയറി നിന്നിട്ട് കണ്ടോളാൻ പറഞ്ഞു. അങ്ങോട്ട് പോകണ്ട പറഞ്ഞു. അതൊക്കെ മതപ്പാടിലുള്ള ആനകളാണെന്ന് പറഞ്ഞു കേട്ടാ. അങ്ങനെ ഒരു 4-5 ആനകളുണ്ട് അതിൻ്റെ ഉള്ളില്. നല്ല അക്രമകാരികളെ ആയവരെയൊക്കെ കുറച്ച് കയറ്റി നിർത്തിയിട്ടാണ്. അവരെ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് 2 നിർത്തിയിട്ടുണ്ട്. അവരേനെയൊക്കെ ഞങ്ങൾ പോയി കണ്ടു കേട്ടോ. ഒക്കെ അവരേനെയൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ അത് കണ്ടില്ലേ, റോഡ് വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോവുക. ഇതിനുള്ളിലാണെങ്കിൽ നല്ല സുഖമായിട്ടിരിക്കാം. കുറേ നേരം ഇരിക്കാം. കുറേ നേരം ഇരുന്നു, കുറേ നേരം നടന്നു. ഇതിൻ്റെ ഉള്ളിൽ
സൈഡിലാണ് ആനകളുള്ളത്. ഇതേക്കൂടെ പോകുമ്പോൾ ഞാൻ ഒരെണ്ണത്തിനെ കണ്ടുട്ടാ. അപ്പോൾ ഞാൻ മൊബൈല് സൂം ചെയ്യാണ്, ഒരെണ്ണത്തിനെങ്കിലും വീഡിയോയിൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അപ്പം ഞാനത് നോക്കി നടക്കുകണ്ടാ. കണ്ടാ, ഒരെണ്ണത്തിനെ കണ്ടുട്ടാ. അതാ നിൽക്കണ ഒരെണ്ണം. അവിടെ ഭയങ്കര മണ്ണിലൊക്കെ കളിക്കുകയാണ് ആള്. മണ്ണൊക്കെ മേലേക്ക് ഇടുക ഒക്കെ ചെയ്യട്ടാ. അങ്ങനെ ഇതിൻ്റെ എൻട്രൻസ് കുറച്ചുകൂടി നടക്കണം, അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടക്കണം. അപ്പം അതിനു മുമ്പ് ഇവിടെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെയായിട്ടാണ് പാർക്ക് ഉള്ളത്. അപ്പോൾ പാർക്ക് 1 മണിക്കാണ് ഓപ്പൺ ചെയ്യുക.